ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീക്ക് കീഴിലും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷനിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KIDCയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. അരുവിക്കര വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സ്റ്റോർ കം സെയിൽസ് ഇൻചാർജ് ആൻഡ് കെമിസ്റ്റ് തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ 27 വൈകുന്നേരം 5 മണിക്കുള്ളിലാണ്. സ്റ്റോർ കം സെയിൽസ് ഇൻചാർജ് തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കെമിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ഇൻ കെമിസ്ട്രിയാണ്. കൂടാതെ ഏതെങ്കിലും ഫുഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ പ്ലാന്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് ബിലോ 40 വയസ്സ് വരെയാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോർ കം സെയിൽസ് ഇൻചാർജ് തസ്തികയിലേക്ക് വരുന്ന മന്ത്ലി റെമ്യൂണറേഷൻ 22,000 രൂപയാണ്. കെമിസ്റ്റ് തസ്തികയിലേക്ക് 22,500 രൂപയാണ് മന്ത്ലി റെമ്യൂണറേഷൻ ലഭിക്കുന്നത്. അടുത്തത് KIDCയിൽ തന്നെ കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ സിവിൽ അഗ്രികൾച്ചർ ആൻഡ് അഗ്രോണമിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ 27 വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ടാണ്. ആദ്യം കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ AMI ഇൻ സിവിലാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ AMI ഇൻ അഗ്രികൾച്ചറാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അഗ്രോണമിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ആണ്. കൂടാതെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിലുള്ള മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷനായി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 60 വയസ്സ് വരെയാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വരുന്ന സാലറി നോക്കുകയാണെങ്കിൽ കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്ക് മന്ത്ലി റെമ്യൂണറേഷൻ 28,000 രൂപയും കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ തസ്തികയിലേക്ക് 28,000 രൂപയും അഗ്രോണമിസ്റ്റ് തസ്തികയിലേക്ക് മന്ത്ലി റെമ്യൂണറേഷൻ 35,000 രൂപയുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹാർഡ് കോപ്പി ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സും റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻറ്റിമേഷൻസ് അവർ നിങ്ങളെ അറിയിക്കുന്നത് ഇമെയിൽ അല്ലെങ്കിൽ SMS വഴിയായിരിക്കും. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: ദ മാനേജിംഗ് ഡയറക്ടർ, KIDC, TC 84/3, ഓൾഡ് 36/1, NH 66 ബൈപ്പാസ് സർവീസ് റോഡ്, എഞ്ചായിക്കൽ ജംഗ്ഷൻ, ചാക്കായ് PO, തിരുവനന്തപുരം 695024. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അടുത്തത് കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് കേരള ചിക്കനിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റെസ്യൂമെയും റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൂടെ വെച്ചിട്ട്
The chairman and managing director, കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, TC 94/3171, ബിഹൻ ലളിത് ഫ്ലോറ, ഓപ്പോസിറ്റ് സെന്റ് ആൻസ് ചർച്ച്, പള്ളിമുക്ക്, പേട്ട PO, തിരുവനന്തപുരം. പിൻകോഡ് 655024 എന്ന വിലാസത്തിൽ 28/11/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ഉണ്ടായിരിക്കണം. കൂടാതെ MS ഓഫീസിലുള്ള സർട്ടിഫിക്കേഷനും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 15,000 രൂപയാണ് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. 1/11/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും സ്ഥലവും ടെലിഫോൺ അല്ലെങ്കിൽ ഇമെയിൽ വഴി അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.